ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. ഏസ് ഓഫ് സോഡ്സിന്റെ എനർജി, സിക്സ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് കപ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്, the devil, സൺ കാർഡ് വന്നിരിക്കുന്നു, the high priestess, ടെൻ ഓഫ് കപ്സിന്റെ എനർജി വളരെ നല്ല എനർജിയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികം കണ്ടില്ലേ? ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? സമ്പത്തിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജിയാണ്. നമുക്ക് പിന്നെ നോക്കാവേ. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ സോഡ്, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഈ ഒരു എനർജിക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആവണം, എനിക്ക് സ്വതന്ത്രയാവണം. അല്ല എങ്കിൽ എനിക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. എന്നെ കൊണ്ട് അതിന് പറ്റില്ല. എനിക്ക് മുന്നോട്ട് വന്ന് പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഉപദേശമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ പല കാര്യങ്ങളും എനിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. മനസ്സിലായോ? ഇവിടെ എന്തോ ഒന്ന് തീരുമാനത്തിലെടുത്ത് വെച്ചിരിക്കുകയാണ്, തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഏസ് ഓഫ് സോഡ് അല്ലേ? അപ്പോൾ ഇവിടെ തുടക്കം വന്നിരിക്കുകയാണ്. ചില കാര്യങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിപൂർവം ചിന്തിച്ചിരിക്കുന്നതാണ്. വളരെയധികം ബുദ്ധിയുള്ള ഒരു ഹൈ എനർജിയാണ്. ഇവിടെ ഒരു തുടക്കമാണ്. സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് ഇതാണ്. അപ്പോൾ ചിലപ്പോൾ യാത്രകളെ കുറിക്കുന്നതാവാം. അത് ബുദ്ധിപൂർവം ചിന്തിച്ച് തീരുമാനിക്കുന്ന ചില കാര്യങ്ങളാണെന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ചില യാത്രകൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടാവാം, പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ജോലിയിലേക്ക് കടക്കാനോ ഏതെങ്കിലും ഇന്റർവ്യൂസിനൊക്കെ ഇന്നത്തെ ദിവസം പോകാനോ, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലും ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫിലേക്ക് തന്നെ മുന്നോട്ട് വരാനോ നിങ്ങൾ ഇന്ന് ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ അത് നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ സിക്സ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരു വിജയമാണ്. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ എത്താൻ കഴിയുകയാണ്. മറ്റുള്ളവർക്കില്ലാത്ത ഒരു അമാനുഷിക ശക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ശക്തിയിൽ എല്ലാവരെക്കാളും എനിക്ക് മുൻപിൽ നിൽക്കാൻ കഴിവുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ ശരീരബലമോ മനോബലമോ ഒന്നുമല്ല എനിക്കുള്ളത് എന്നിവിടെ തെളിയിക്കുന്ന എനർജിയാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു മൃഗത്തെ എടുത്ത് ഇങ്ങനെ പൊക്കി എടുത്തിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഈ ഒരു കഴിവ്, ഇത് വല്ലാത്തൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മെന്റലി ഫിസിക്കലി ഒക്കെ പവർഫുൾ ആണെങ്കിൽ മാത്രമേ ഈ ഒരു എനർജി
ലഭിക്കുകയുള്ളൂ. അത് മറ്റുള്ളവരുടെ മുൻപിൽ മുന്നോട്ട് വരുന്ന എനർജിയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അതിമാനുഷികതയെ ഒന്ന് തെളിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? സാധാരണ അതിമാനുഷികത എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്കുള്ള ആ ഒരു പവർ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. അതിലും അപ്പുറത്തായിട്ടൊരു കഴിവ് എനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന എനർജിയാണിത്. അല്ല എങ്കിൽ മറ്റുള്ളവർക്ക് മുൻപിൽ നിങ്ങൾ കുറെ കൂടി വിലപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ വളരെയധികം വിലമതിക്കുന്ന ഒരു വ്യക്തിയാവുന്നു. അത് അവരിങ്ങനെ നോക്കി നിന്ന് പോകും. പലരും ഇവിടെ നോക്കി നിന്ന് കൈയടിക്കുന്ന എനർജിയാണ്. അത്തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റുന്നു. മറ്റുള്ളവരുടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നു, അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സക്സസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കുറെ ആവേശത്തോടു കൂടി ചിന്തിക്കുന്നത്, അല്ല എങ്കിൽ കുറെ നല്ലൊരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് വരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടാവില്ല ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തീർക്കാൻ പറ്റുമെന്ന്. മനസ്സിലായി? അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ടൊക്കെ ആയിരിക്കും ആ ഒരു സക്സസ് നിങ്ങളെ തേടി വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ക്വീൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ ഇമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം. ഇവിടെ ചിന്തിക്കുകയാണ്. ചിന്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഏതോ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകളാവാം. അത് ബാലൻസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുന്ന എനർജി ഉണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ അത് ബാലൻസ്ഡ് ആവാം. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കാം. ഏതെങ്കിലും വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അവരെ കുറിച്ച് സ്നേഹിച്ച ഒരു വ്യക്തിയെ കുറിച്ച് നിരന്തരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാവാം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒത്തിരി ആഗ്രഹ സഫലീകരണത്തിൻ്റെതാണ്. കയ്യിലൊരു ഫ്രൂട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഇവിടെ ഇത് ആഗ്രഹ സഫലീകരണത്തിൻ്റെതാണ്. ഇവിടെ കിരീടമുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു വ്യക്തി കുറച്ചുകൂടി ക്യൂനല്ലേ, അപ്പോൾ ഹൈ എനർജിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കിരീടം കാണിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ കയ്യിൽ ഒരു പാത്രം നിറകെ എന്താണ്? സ്നേഹമാണ്. ഇവിടെ ഒരു കയ്യിൽ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ ഇത് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പോകുന്നു, അല്ല എങ്കിൽ എനിക്കിത് സഫലീകരിച്ച് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്ന് നമുക്ക് പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ആർക്കോ ജോലി കിട്ടുന്ന എനർജിയാണ് ഇവിടെ. അല്ല എങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളിത് കുറച്ച് ദിവസം കൊണ്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ടാവാം. ഇത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇത് നഷ്ടപ്പെടാതെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഇവിടെ കണ്ടില്ല, ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഈ ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ്? സമൃദ്ധിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമൃദ്ധിയിലേക്ക് നീങ്ങുന്ന എനർജി, ഇവിടെ കിരീടമുണ്ട്, സാമ്പത്തികം കയ്യിലുണ്ട്, ഇവിടെ ഫ്രൂട്ട്സ്. അപ്പോൾ അതുപോലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐശ്വര്യം നിങ്ങളിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാത്തിരിക്കുന്നു, ഇത് നിങ്ങളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി, വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ അത് കിട്ടുന്നു. പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി അത് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടെ നിങ്ങളൊരു നല്ല ഹീലർ ആവാം, നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ജോലി നോക്കിയിരിക്കും. ചിലപ്പോൾ ടീച്ചർ ആവാം, ചിലപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അവിടെ നിന്ന് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യണം എന്നുള്ള വിചാരത്തോടു കൂടി നോക്കിയിരിക്കുകയാവാം. മനസ്സിലായി? ഇത് അങ്ങനെ ഒരു ഫെമിനിൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വരുമാന മാർഗം നോക്കിയിരിക്കുന്നു, അല്ല എങ്കിൽ ഇതിവിടെ സമൃദ്ധമായി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുണ്ടാവാം, ഏതെങ്കിലും വിധത്തിലുള്ള ജോലി. നഴ്സാവാം, ഹീലറാവാം, നഴ്സാവാം, അല്ലെങ്കിൽ റേക്കി ഹീലറാവാം, അതുമല്ല എങ്കിൽ ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിച്ചിട്ട് സ്ഥാപനം നടത്തുന്ന വ്യക്തിയാവാം, അതുമല്ല എങ്കിൽ ഹോം നേഴ്സാവാം, ഡോക്ടറാവാം. അങ്ങനെ പല വിധത്തിലുള്ള ഇത്തരത്തിലുള്ള ജോലികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാവാം. ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ഉള്ളിലെ വെളിച്ചത്തിലൂടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. ഉള്ളിലെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആത്മീയപരമായ പാതയിലൂടെ മുന്നോട്ട് വരുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന എനർജിയാണ്.
അപ്പോൾ ഇവിടെ ഒരു മസ്കുലിൻ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇനി അതല്ല, മസ്കുലിൻ അല്ല ഫെമിനിൻ ആയാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ജോലി ലഭിക്കുക, അതുമല്ല എങ്കിൽ നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സിന് പഠിക്കാനാവാം. മനസ്സിലായി, പഠിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യുന്ന എനർജിയും ആവാം. എന്തായാലും ശരി, ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ചെറിയ ജോലികൾ തരപ്പെട്ട് കിട്ടുന്നതാവാം. അതുമല്ല എങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഇവിടെ ചിലപ്പോൾ സാമ്പത്തികം ഏതെങ്കിലും വിധത്തിൽ കിട്ടാനുള്ള എനർജിയും ഉണ്ടാവാം. ചിലപ്പോൾ ചെറിയ ലോട്ടറികളാവാം. അതുമല്ലെങ്കിൽ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയും ഉണ്ടാവാം. എന്തായാലും ശരി, ഈ ഒരു സാമ്പത്തികത്തിന്റെ എനർജി ഇന്ന് നിങ്ങളിലേക്ക് വരുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഡബിൾ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അസൂയാലും ഉണ്ടാകും. മനസ്സിലായി, നിങ്ങളെ നെഗറ്റീവ് എനർജിയിലേക്ക് തള്ളിവിടാൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടൊരു വാക്ക് പറയാൻ നിങ്ങളോടൊപ്പം ആരെങ്കിലും ഉണ്ടാകും. നിങ്ങളിവിടെ സന്തോഷകരമായിട്ട് ഒരു ലൈഫിലേക്ക് പോവുകയാണ്. ഇവിടെ സൺകാർഡാണ് വന്നിരിക്കുന്നത്. സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഒരു നെഗറ്റീവ് എനർജി. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിയും ഉണ്ടാകും. അല്ലാതെ പോസിറ്റീവ് എനർജി മാത്രമായിരിക്കില്ല എല്ലായ്പ്പോഴും നമ്മളിലുള്ളത്. നമുക്ക് ഏതെങ്കിലും സൈഡിൽ കൂടെ നെഗറ്റീവ് എനർജിയും വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ പ്രപഞ്ചത്തിലായാലും നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും പ്രഭാവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അത് നെഗറ്റീവിനെ ഒഴിവാക്കി നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എനർജിയാണിത്. മനസ്സിലായോ? അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പോകുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. ആരോടെങ്കിലും ചിലപ്പോൾ അമിതമായിട്ട് സംസാരിച്ചാൽ അത് ചിലപ്പോൾ പ്രശ്നമാകാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ എപ്പോഴും ഫോൺ വിളിച്ചിട്ടൊരു പ്രശ്നമാകാം. എന്തായാലും ശരി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം അനാസ്ഥ എന്ന് പറയുമ്പോഴെന്താണ്? ശ്രദ്ധയില്ലായ്മ നിമിത്തം. മനസ്സിലായോ? വളരെയധികം ബുദ്ധി പ്രയോഗിക്കാത്തത് നിമിത്തം എന്തെങ്കിലുമൊക്കെ ചില നെഗറ്റീവ് എനർജീസിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സൺകാർഡാണ്. പലരും വളരെയധികം സന്തോഷകരമായ എനർജിയിലേക്ക് നീങ്ങുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു എന്ന് കാണുന്നുണ്ട്. ഈ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ വീട്ടിലേക്ക് പോകാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ വാഹനങ്ങളാവാം, അതുമല്ല എങ്കിൽ ജോലിയാവാം. ഇവിടെ ജോലി കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ജോലിയിലേക്ക് പോകുന്ന എനർജിയും ആവാം. ഏത് വിധത്തിലായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. എങ്ങനെയായാലും മനസ്സിലായി, ഹാപ്പിനെസ്സിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. വിക്ടോറിയൻ ഹാപ്പിനെസ് ആണ് സൺകാർഡിന്റെ എനർജി. അതായത് വെളിച്ചത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇവിടെ ഈ ഒരു ഡബിൾ എനർജി വരുത്തിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഈ പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളിവിടെ പിടിച്ചു നിന്ന് നല്ലൊരു എനർജിയിലേക്ക് വരുന്നത്, ഒരു വെളിച്ചത്തിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ദുർബലരാണ്, നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല, ഈ ഒരു എനർജിയിൽ തന്നെ ഇരിക്കാനേ കഴിയൂ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഒരിക്കലും ദുർബലരല്ല. നിങ്ങൾ നല്ല കഴിവുള്ളവരാണ്. അത് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായി, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു എനർജി കൊടുത്തുകൊണ്ടേയിരിക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേപ്പബിൾ ആണ്, എന്നെ കൊണ്ട് എന്തും കഴിയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പല കഠിനമായ ചില പ്രശ്നങ്ങളും പരീക്ഷകളും ഒക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം അല്ലെ? അവിടെയൊക്കെ നിങ്ങൾ വീണു പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ ദുർബലരാണ് അല്ല. അപ്പോൾ ഒരുപാട് ശക്തരാണ് നിങ്ങൾ എന്നുള്ളതിന് തെളിവല്ലേ നിങ്ങൾ അവിടെയൊക്കെ പല കാര്യങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള പല പരീക്ഷണങ്ങളെയും വിജയിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നത്. നിങ്ങൾ ശക്തരാണെന്നുള്ളതിന് തെളിവാണ് ഇവിടെ. അതാണ് പറയുന്നത്, നിങ്ങൾ ശക്തരായ വ്യക്തികളാണ്. നിങ്ങൾ ഈ ഒരു എനർജിയിൽ, ഡെവിളിന്റെ എനർജിയിൽ ഇരിക്കാനുള്ള ആൾക്കാരല്ല. ഇവിടെ നിന്ന് മുന്നോട്ട് വരികയാണ് വേണ്ടത്. സന്തോഷത്തിലേക്ക് വരൂ എന്നുള്ളതാണ്. ഇവിടെ നിന്ന് നിങ്ങൾ സന്തോഷത്തിലേക്ക് വരും, പക്ഷെ നിങ്ങൾ വരണം, അതാണ് വേണ്ടത്. മനസ്സിലായോ? ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നത്. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുമ്പോഴെന്താണ്? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാകുന്നു, നോളജ് ധാരാളമായിട്ട് ലഭിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ലത് എന്താണ്, ആരോടെങ്കിലും പറയേണ്ടത് എന്ത് കാര്യമാണ്, പറയരുതാത്തത് എന്ത് കാര്യമാണ്, പ്രവർത്തിക്കേണ്ടത് എന്താണ്, പ്രവർത്തിക്കരുതാത്തത് എന്താണ്,
മനസ്സിലായി. ജീവിതത്തിൽ എങ്ങനെ ഏത് വഴിയിലൂടെ മുന്നോട്ട് പോകണം, ഇതിനൊക്കെ നല്ല ഒരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ലതുപോലെ മുന്നോട്ട് ആലോചിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശം നിറയുമെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ്. കണ്ടില്ലേ, ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ്, കുടുംബസഹിതം സന്തോഷിക്കാനുള്ള എനർജി. അപ്പൊ കുടുംബസഹിതം സന്തോഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടുപേർക്കും നല്ല തിരിച്ചറിവുകൾ ഉണ്ടാവുക. മനസ്സിലായി. രണ്ടുപേർക്കും തിരിച്ചറിവുകൾ ഉണ്ടായി വേണ്ട കാര്യങ്ങളെ വേണ്ടതുപോലെ സംസാരിക്കാനും സ്നേഹിക്കാനും ഒരു കഴിവുള്ളപ്പോഴാണ് നല്ലൊരു കുടുംബം പടുത്തുയർത്താൻ കഴിയുന്നത്. അവിടെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോടൊന്ന് ചേർന്ന് സന്തോഷിക്കാൻ, നല്ല രീതിയിൽ സംസാരിക്കാൻ, നല്ല പ്രവൃത്തികൾ കുട്ടികൾക്ക് നല്ല മാതൃകയാവാൻ ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഒരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു തുടക്കത്തിൻ്റെതായ കാർഡ് വന്നിട്ടുണ്ട്. സൺ കാർഡ് ഒരു തുടക്കത്തിൻ്റെതാണ്. മനസ്സിലായി. അപ്പോൾ 11 എന്നുള്ള നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇവിടെ എയ്സ് ആണ്. അപ്പം 111 വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ ഫോർച്യൂൺ കാർഡ്സ് കൂടെ എടുക്കാവേ. 2-3 എടുത്ത് നോക്കാം. നമ്മൾ കുറച്ച് ദിവസമായി ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് എടുത്തിട്ട്. ഫോർച്യൂൺ കാർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില ഗൈഡൻസ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുക്കുക. കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് ഷാർക്കാണ് ബോട്ടം വന്നിരിക്കുന്നത്. വിൽ ബി ലോസ് ഓഫ് മെറ്റീരിയൽ വെൽത്ത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചില കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം. ഭൗതികപരമായ നിങ്ങളുടെ സന്തോഷങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാറ്റ്, ടു ഫേസ്ഡ് ഫ്രണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ചില സുഹൃത്തുക്കൾക്ക് 2 മുഖം ഉണ്ടായിരിക്കാം. മനസ്സിലായി. നിങ്ങളെ കണ്ടു ചിരിക്കും, ചിരിച്ച് നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കും, എന്നിട്ട് അങ്ങോട്ട് മാറിയിട്ട് നിങ്ങളെ കുറ്റം പറയുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ ആക്റ്റീവ് ആകുന്ന ദിവസമായിരിക്കാം ഇന്ന്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ക്ലോയാണ് വന്നിരിക്കുന്നത്. ബി കെയർഫുൾ, ഡു നോട്ട് റിസ്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം റിസ്ക് എടുത്ത് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ റിസ്കി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന്. അതുകൊണ്ട് അത് വളരെയധികം ആലോചിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഫേസ്ഡ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. എല്ലാവർക്കും ഉണ്ട് 2 ഫേസ്ഡ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ സമയദോഷത്തിന് നമുക്കത് വന്നു ഭവിക്കും, അവരുടേതായ ചില കുത്സിത പ്രവൃത്തികളൊക്കെ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി പെരുമാറണം എന്നുള്ളതാണ്. ഇവിടെ പാരറ്റാണ്. സമ്മൺ വിൽ ഗോസിപ്പ് അബൌട്ട് ആൾ യുവർ സീക്രട്സ്. കണ്ടില്ല, ഇവിടെ ഇത് തന്നെയാണ്. ഈ 2 ഫേസ്ഡ് ഫ്രണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ നിങ്ങളെ കുറിച്ച് ഗോസിപ്പ് പറയാനുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പ് പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനുള്ള ഇടവരുത്തരുത്. മനസ്സിലായോ? ഗോസിപ്പ് എല്ലായ്പ്പോഴും ഉള്ളതല്ലേ. ഇവിടെ പേ അറ്റൻഷൻ ടു യുവർ വർക്ക്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകേണ്ട ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കുക. മറ്റു ഒരു കാര്യത്തിലും ശ്രദ്ധിക്കരുത്. എന്ത് വർക്കാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ പരിപൂർണമായിട്ടും ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുക. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരത്തില്ല, മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടി വരത്തില്ല. ഇവിടെ പിന്നെ വന്നിരിക്കുന്നുണ്ട് ഗ്രേറ്റ് ഗുഡ് ഫോർച്യൂൺ നിങ്ങളിലേക്കും വരുന്നുണ്ട്. കണ്ടില്ലേ, ഇത് നല്ല ഫോർച്യൂൺ ഉള്ള ഒരു ദിവസം കൂടിയാണ് പലർക്കും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.